നമസ്കാരം. പുതുവർഷം പിറന്നപ്പോൾ കേരളത്തിനിത് അഭിമാന നിമിഷം. കേരളം എന്ന ഈ കൊച്ചുനാടിന്റെ പ്രബുദ്ധത ലോകം കണ്ട ദിനം, അതും വനിതകളിലൂടെ. അതെ, കേരളത്തിന്റെ അറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് 56 ലക്ഷത്തോളം വനിതകൾ ഇന്ന് തീർത്തത് കേവലം ഒരു മതിലല്ല, നെടും കോട്ടയാണ്. കേരളത്തെ പിന്നോട്ടു നടത്താൻ ഗൂഢാലോചന നടത്തുന്ന ഒരു പിന്തിരിപ്പൻ കൂട്ടത്തെ പ്രതിരോധിക്കാനുള്ള നെടുംകോട്ട. കേരളത്തിലെ വനിതകൾ അവരുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റി. വർഗീയതയ്ക്കും ജാതിഭ്രാന്തിനും അടിച്ചമർത്തലിനും കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് വൻമതിൽ കെട്ടി വനിതകൾ കാണിച്ചുകൊടുത്തു. അതെ, നമ്മുടെ കേരളം പ്രതീക്ഷ നൽകുന്ന നാളെയിലേക്ക് കടക്കുകയാണ്. വനിതകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് കരുത്താവുന്ന നാളെ. ഉയരുകയാണിതാ പുതിയൊരു പെൺമതിൽ, പടരുകയാണിതാ പടകുറി തൻ കനൽ. കരം കരം കവർന്നും മനസ്സുകൾ പുണർന്നും സഹോദരി വരൂ വരൂ സഖി. വിലങ്ങഴിച്ചെറിഞ്ഞും വിലക്കുകൾ തകർത്തും കുതിക്ക നാം സഖി സഹോദരി. തകരുകയായിതാ തടവറ തൻ മതിൽ, ഇടിയുകയായിതാ സ്മൃതിയുടെ കോട്ടകൾ. കരം കരം കവർന്നും മനസ്സുകൾ പുണർന്നും സഹോദരി വരൂ വരൂ സഖി. വിലങ്ങഴിച്ചെറിഞ്ഞും വിലക്കുകൾ തകർത്തും കുതിക്ക നാം സഖി സഹോദരി. മുലക്കരം മുടക്കുവാൻ മുലമുറിച്ചവൾ, മറച്ചുമാറി റൗക്കയിട്ട് പൊരുതി നിന്നവർ, അറുത്തു കല്ലുമാല മണ്ണിലേക്കെറിഞ്ഞവർ, അടച്ചു വെച്ചൊരമ്പലം തുറന്നു കേറിയോർ, വരുന്നു വരുന്നു സ്വതന്ത്രകൾ. മരിച്ചും ചെറുക്കും ഈ പെൺപടാ, വരുന്നു വരുന്നു സ്വതന്ത്രകൾ. മരിച്ചും ചെറുക്കും ഈ പെൺപടാ. ഉയരുകയാണിതാ പുതിയൊരു പെൺമതിൽ, പടരുകയാണിതാ പടകുറി തൻ കനൽ. കരം കരം കവർന്നും മനസ്സുകൾ പുണർന്നും സഹോദരി വരൂ വരൂ സഖി. വിലങ്ങഴിച്ചെറിഞ്ഞും വിലക്കുകൾ തകർത്തും കുതിക്ക നാം സഖി സഹോദരി. ആർത്തവം അശുദ്ധമല്ല നിങ്ങളോർക്കണം, ആർത്തലച്ചു വന്നു ഞങ്ങൾ നിങ്ങൾ കേൾക്കണം. ആർക്കുമാവുകില്ല പെൺകുതിപ്പു തടയിടാൻ, ഓർക്കുലിംഗ നീതി ഭരണഘടന തന്മകൾ. ഉണർന്നു നിവർന്നു ഈ പെൺപടാ, ഉയർന്നു വളർന്നു ഈ പെൺമതിൽ. ഉണർന്നു നിവർന്നു ഈ പെൺപടാ, ഉയർന്നു വളർന്നു ഈ പെൺമതിൽ. ഉയരുകയാണിതാ പുതിയൊരു പെൺമതിൽ, പടരുകയാണിതാ പടകുറി തൻ കനൽ. കരം കരം കവർന്നും മനസ്സുകൾ പുണർന്നും സഹോദരി വരൂ വരൂ സഖി. വിലങ്ങഴിച്ചെറിഞ്ഞും വിലക്കുകൾ തകർത്തും കുതിക്ക നാം സഖി സഹോദരി. തകരുകയായിതാ തടവറ തൻ മതിൽ, ഇടിയുകയായിതാ സ്മൃതിയുടെ കോട്ടകൾ. കരം
പരസ്പരം കവർന്നും മനസ്സുകൾ പുണർന്നും സഹോദരീ വരൂ വരൂ സഖീ. വിലങ്ങഴിച്ചെറിഞ്ഞും വിലക്കുകൾ തകർത്തും കുതിക്കണം സഖീ സഹോദരീ. അരക്കോടിയിലധികം വനിതകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോട്ട തീർത്ത് നവോത്ഥാന പ്രഖ്യാപനമാണ് നടത്തിയത്. ജാതിഭ്രാന്ത് കൊണ്ടും മതവർഗീയത കൊണ്ടും ധ്രുവീകരിക്കപ്പെടുന്ന സമൂഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ടെന്നുള്ള പ്രഖ്യാപനം അവർ പ്രതിജ്ഞയിലൂടെ നടത്തുകയായിരുന്നു. വടക്ക് കാസർകോട് കെ ശൈലജയും തെക്ക് തിരുവനന്തപുരത്ത് TN സീമയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുതുവർഷ ദിനത്തിൽ നാം ഒത്തുചേരുകയാണ്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മതിലായി സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുവാനായി കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ്. ഭ്രാന്താലയമെന്ന് നമ്മുടെ നാട് വിളിക്കപ്പെട്ടിരുന്നു. അത് ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണം നേടിയിരിക്കുകയാണ്. ത്യാഗപൂർണമായ സമരങ്ങളാണ് അതിന് കാരണമായതെന്ന് നാം തിരിച്ചറിയുന്നു. മേൽമുണ്ട് കലാപവും കല്ലുമാല സമരവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കുതിക്കുന്നതിനുള്ള ഇടപെടലുകളും അഭിമാനപൂർവ്വം നാം ഓർക്കുന്നു. അടിമത്തത്തിനെതിരെ വ്യത്യസ്ത വഴികളിലൂടെ പൊരുതി നീങ്ങിയ പോരാളികളെ നിങ്ങളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ത്യാഗങ്ങളെയും സഹനങ്ങളെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. മുന്നോട്ടുള്ള വളർച്ചയ്ക്കെതിരെ അന്നും ഉറഞ്ഞു തുള്ളിയ യാഥാസ്ഥിതികത്വത്തിന്റെ പുതിയ മുഖങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നു. അവരുടെ പ്രചരണങ്ങളിൽ കുരുങ്ങിയവർ അന്നും ഏറെ ഉണ്ടായിരുന്നു. അതിനെ വകഞ്ഞുമാറ്റിയാണ് നാം ഇവിടെ എത്തിയത്. പരസ്പര അംഗീകാരത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ലോകത്താണ് സ്ത്രീയുടെയും പുരുഷന്റെയും ജീവിതം സർഗാത്മകമാകുന്നത്. സ്ത്രീ സമത്വം എന്നത് സാമൂഹ്യ മോചനത്തിന്റെ ഭാഗമാണ്. അതിനാലാണ് നാടിനെ സ്നേഹിക്കുന്നവർ ഈ ആശയത്തെ പിന്തുണച്ചതെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഈ സംരംഭത്തിന് പിന്തുണ നൽകിയ കേരള സർക്കാരിന്റെ നിലപാടിനെ നാം ആദരവോടെ കാണുന്നു. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും സ്ത്രീ സമത്വത്തിനായി നിലകൊള്ളുമെന്നും കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള പരിശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും മതനിരപേക്ഷത സംരക്ഷിക്കാൻ പോരാടുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഉയരുയരുയരോ ഉണരുണരുണരോ ഉയരുയരുയരോ വനിതാ മതിലിവിടുയരുയരുയരുയരോ ഉയരുയരുയരോ വനിതാ മതിലിവിടുയരുയരുയരുയരോ ഉണരുണരുണരോ വനിതാ സമത്വ നിലവിടുണരുണരോ ഉണരുണരുണരോ വനിതാ സമത്വ നിലവിടുണരുണരോ സാമൂഹ്യ നവോത്ഥാന
പുറകിലല്ലെന്ന് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ അവർക്ക് വിലമതിക്കാനാവാത്ത പങ്കാളിത്തമുണ്ടെന്നതിനെ പറ്റിയും തങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു അവർ മതിലിലൂടെ ചെയ്തത്. കെ ശൈലജയെ പോലുള്ള കരുത്തരായ വനിതാ നേതാക്കൾ അവരുടെ പ്രതിനിധിയാണ്. പോരാട്ടത്തിന് ആവേശം പകരുന്ന സ്ത്രീ നവോത്ഥാന വെളിച്ചമാണ്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും ഭൂമിയിൽ സമാധാനമായി ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് അടിമ ഉടമ കാലത്തുണ്ടായത്. ആ പോരാട്ടങ്ങൾക്കൊടുവിൽ അടിമ ഉടമ സമ്പ്രദായം തകർന്നിട്ടുണ്ട്. ഇന്ന് അതേപടി എവിടെയും കാണാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും അതിന്റെ ഇരുട്ടിന്റെ അംശം ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഭൂമുഖത്ത് കണ്ടത് ലാൻഡ് ലോഡിസമാണ്. ഭൂമിയുടെ എല്ലാം അധീശത്വം തങ്ങൾക്കാണെന്ന് ചില ആളുകൾ പറയുക. എന്നിട്ട് ആ ഭൂമിയിൽ കുറെ ആളുകൾ അധ്വാനിക്കുന്നവരും അധ്വാനിച്ച് ഈ വലിയ സമ്പന്നരെ തീറ്റിപ്പോറ്റാൻ വിധിക്കപ്പെട്ടവരുമായ മനുഷ്യർ, സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് വിദ്യയും സ്വത്തുമെല്ലാം കൈവശം. ഈ പാവങ്ങൾക്ക് എല്ലും മുറിയെ പണി ചെയ്താലും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. അതായിരുന്നു ലാൻഡ് ലോഡിസം ടെനൻസുമായിട്ട്. അതിന്റെ വ്യത്യസ്ത മതഭേദങ്ങൾ ഭൂമിയിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഭൂസ്വാമിമാരും കുടിയാന്മാരും, ജന്മിമാരും കുടിയാന്മാരും. കേരളത്തിലെ വരുന്നവരിലും ഒപ്പനകളിലും എല്ലാം തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചില ജന്മിമാർക്കായിരുന്നു. വിരൽ ചൂണ്ടി നോക്കത്താവുന്നിടത്തോളം ദൂരത്ത് ഈ ഭൂമിയെല്ലാം എന്റേതാണെന്നും അത് ദൈവം തങ്ങൾക്ക് ദാനമായിട്ട് തന്നതാണെന്നും അതുകൊണ്ട് ഇതിന്റെ എല്ലാം ഉടമ താനാണെന്നും പ്രഖ്യാപിക്കുന്ന ആ ജന്മി തമ്പുരാക്കന്മാരുടെ കീഴിൽ കുടിയാന്മാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങള്, അവർ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അനുഭവിച്ചിട്ടുള്ളത് ഒരു വലിയ കഥയായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഒരുപാട് ദൂരെയല്ല. 40കളിലും 50കളിലും എല്ലാം പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത അതിന്റെ അപ്പുറത്തെ തലമുറയുടെ കാലത്താണ്. അവർ പകർത്തി പറഞ്ഞു തന്ന പീഡനങ്ങളുടെ കഥകളുണ്ട് നമ്മുടെ മനസ്സിൽ. അവരനുഭവിച്ചിട്ടുള്ള കൊടും ക്രൂരതകളുടെ കഥകളുണ്ട് നമ്മുടെ മനസ്സിൽ. ഭൂമിക്ക് സ്വത്തിനുമെല്ലാം ഉടമകളായിട്ടുള്ള സവർണ മേധാവികൾ അവർ പറഞ്ഞു, അവർ പറയുന്നതാണ് വിദ്യയെന്ന്, അവർ പറയുന്നതാണ് ദൈവവാക്യമെന്ന്, അവർ പറയുന്നതാണ് വേദവാക്യമെന്ന്. അത് വിശ്വസിക്കുക മാത്രമേ പാവപ്പെട്ടവന് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. എഴുത്ത് പഠിക്കാനും വേദം ഉച്ചരിക്കാനും ഒക്കെയുള്ള അവകാശം സവർണർക്കായിരിക്കെ അവരെ നാടിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ ചാതുർവർണ്ണ്യം ദൈവം സൃഷ്ടിച്ചതാണ്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദൈവം പറഞ്ഞു എന്നാണ്. ദൈവം ആരോട് പറഞ്ഞു എന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവത്തെ കാണിച്ച് മനുഷ്യനെ പേടിപ്പിച്ചിട്ടുള്ള ദശകങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. നൂറ്റാണ്ടുകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. വിശ്വസിക്കാത്തവരെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. ദൈവത്തോട് സ്നേഹമുണ്ടാകാനല്ല, ദൈവഭയം ഉണ്ടാകാൻ അവർ പറഞ്ഞു. ബ്രാഹ്മണോസ് മുഖമാസി ബാഹു രാജന്യ കൃത ഊരോ തദൈശ്യ ധൈശ്യ പദ്യം ശൂദ്രോ അജായതോ എന്ന് പറഞ്ഞ് പറ്റിച്ചു ഈ നാട്ടിലെ ജനങ്ങളെ. ബ്രാഹ്മണൻ ദൈവത്തിന്റെ ശിരസിൽ നിന്നുണ്ടായതാണെന്നും ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നുണ്ടായതാണെന്നും വൈശ്യൻ ശരീരത്തിൽ നിന്നാണ് പിറന്നതെന്നും ശൂദ്രൻ എന്ന് പറയുന്ന ഇന്ന് കൊട്ടുഘോഷിക്കപ്പെടുന്ന 1000 ഈഴവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഈ ശൂദ്രന്മാരിൽ പെടും എന്നുള്ളത് ആരും മറക്കണ്ട. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ വനിതകൾക്ക് നടത്തുന്ന പരിശ്രമത്തിന് നന്ദി പറഞ്ഞാണ് തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ വനിതാ നേതാവ് ബൃന്ദ കാരാട്ട് പ്രസംഗിച്ചത്. A wall of resilience, of resolve to take forward the values of social reform which are so critical to women's advance in 21st century India. With all my heart, my mind, my heart, it all says with one voice, Kerala, you have moved ahead not only for the women of Kerala, but this message of the wall is for all women of India. And all women of India, thank you, my dear sisters and brothers of Kerala. My dear friends, we know that the secondary status of women is linked to the development of a class society. We know that women came under the control of men so as to ensure the purity of descent, the male line for inheritance of private property. ചരിത്രപരമായി സ്ത്രീകളുടെ രണ്ടാം തരം പൗരത്വം എന്നത് വർഗഘടനയുടെയും സ്വകാര്യ സ്വത്തിന്റെയും ആവിർഭാവത്തോടു കൂടിയാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. ചരിത്രപരമായി ഇത്തരത്തിലുള്ള മെയിൽ ഡിസെൻഡൻസിനെ
ഇൻഹെറിറ്റൻസിന് വേണ്ടി സ്ത്രീകളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇന്ത്യ മഹാരാജ്യത്ത് രൂപപ്പെട്ടത്. All public and social institutions and also the very structure of the male-headed patriarchal family became the site of such discrimination and control over women. Very often in the periods of history, religion and religious belief and sentiments have been utilized by the elite and ruling classes to keep women in subordinate positions. വർഗീയ ജാതി ഭ്രാന്തിനെ പ്രതിരോധിക്കാൻ 6 കോടിയിലധികം വനിതകൾ തെരുവിൽ മതിലായി ഉയർന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. സമാനതകളില്ലാത്ത വനിതാ മാതൃകയാണ് കേരളം ഇതിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. പൊരുതുന്ന സ്ത്രീയുടെ പ്രോജ്വലമായ ചരിത്രമായി വനിതാ മതിൽ ഇനി ചരിത്ര പുസ്തകങ്ങളിൽ നിലകൊള്ളും. പൊരുതുവാൻ ഞങ്ങളീ തെരുവുകളിലുണ്ട്, മുലച്ചിപ്പറമ്പിലെ ചോരയാവാ. ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആർത്തിരമ്പാനായി ഒരുങ്ങി ഞങ്ങൾ. പൊരുതുവാൻ ഞങ്ങളീ തെരുവുകളിലുണ്ട്, മുലച്ചിപ്പറമ്പിലെ ചോരയാവാൻ. ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആർത്തിരമ്പാനായി ഒരുങ്ങി ഞങ്ങൾ. പൊരുതുവാൻ ഞങ്ങളീ തെരുവുകളിലുണ്ട്, മുലച്ചിപ്പറമ്പിലെ ചോരയാവാൻ. ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആർത്തിരമ്പാനായി ഒരുങ്ങി ഞങ്ങൾ. അഖിലേന്ത്യാ നേതാവ് ആനി രാജ പറയുന്നു, ഇത് കേവലം ഒരു മതിലല്ല, സ്ത്രീ നവോത്ഥാനത്തിന്റെ നെടും കോട്ടയാണ്, ചരിത്രത്തിന്റെ നാഴികക്കല്ലാണ്. ഇന്നുയർന്ന മതിൽ തീർച്ചയായും സ്ത്രീ വിരുദ്ധതയ്ക്കെതിരായാണ്. സ്ത്രീ വിരുദ്ധതയെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് അതിൽ മുക്കിക്കൊല്ലാൻ, അതിൽ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ അത് ഒരുപാട് കാലം അത് മറഞ്ഞിരിക്കില്ല, മറന്നേക്ക് പുറത്തു വരും. നിങ്ങളുടെ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരായി, സ്ത്രീകളുടെ തുല്യനീതിക്ക് വേണ്ടി, ലിംഗസമത്വത്തിന് വേണ്ടി, ഈ രാജ്യത്ത് സമാധാനപരമായി താൻ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ രാജ്യത്തിലെ തന്നെ മുഴുവൻ സ്ത്രീകളുടെയും പുരോഗതിക്കായി, സ്ത്രീ സമത്വത്തിനായി, ലിംഗനീതിക്കായുള്ള ഈ പോരാട്ടത്തിൽ പങ്കുചേർന്ന് ഇതിനെ സഹായിച്ച മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളോടും ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിനോടും രാഷ്ട്രീയ പാർട്ടികളോടും അതുപോലെ തന്നെ സാമുദായിക സംഘടനകളോടും ഒക്കെ തന്നെ ഇതിൽ അണിചേർന്ന ഓരോരുത്തരോടും നിങ്ങൾക്ക് എല്ലാവർക്കും ദേശീയ മഹിളാ ഫെഡറേഷന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ഈ സംസ്ഥാനത്തെ ഒരു കാരണവശാലും ഇരുട്ടിന്റെ അറയിലേക്ക് തള്ളിവിടാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് ഒന്ന് ചേർന്ന് കരം ചേർന്ന് നിന്നുകൊണ്ട് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് നമ്മൾക്ക് അവരോട് പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വനിതാ മതിൽ, വനിതാ കൂട്ടായ്മ വിജയിക്കട്ടെ. ഈ വനിതാ കൂട്ടായ്മ മാത്രമല്ല, ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കൂട്ടായ്മ അത് വിജയിക്കട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്.
വിമൻസ് യൂണിറ്റി സിന്ദാബാദ്. മനുഷ്യർക്കു വേണ്ടി മനുഷ്യർ തീർത്ത മതിലാണ് സ്ത്രീകൾ പടുത്തുയർത്തിയത് എന്ന് പറയുന്നു ചലച്ചിത്ര പ്രവർത്തകയും സാംസ്കാരിക നായികയുമായ ഭാഗ്യലക്ഷ്മി. ഈ വനിതാ മതിലിൽ ഞാനും പങ്കാളിയാകുന്നത് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ അംഗമല്ലായിരുന്നെങ്കിൽ പോലും തീർച്ചയായും ഞാൻ ഈ വനിതാ മതിലിനോടൊപ്പം തന്നെ ഞാൻ സഞ്ചരിക്കുമായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എല്ലാ കാലവും എൻ്റെ ഉള്ളിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റായി തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. പക്ഷേ ഞാനൊരു വർഗീയവാദിയല്ല. ഒരിക്കലും ഒരു ജാതിയെയോ ഒരു മതത്തെയോ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ഈ വനിതാ മതിൽ എന്ന ആശയം രൂപപ്പെട്ടപ്പോൾ തന്നെ വളരെ അത്ഭുതം തോന്നി. എന്തുകൊണ്ടാണ് ഇതിൽ വർഗീയത കാണാൻ ഇവിടെയുള്ളവർക്ക് സാധിച്ചത്? അതെങ്ങനെ സാധിച്ചു? വളരെയധികം പുച്ഛം തോന്നിപ്പോയി. അതായത് ഭരിക്കുന്ന സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാനുള്ളൊരു വാചകമായി മാത്രമാണ് എനിക്കത് തോന്നിയത്. നിയമസഭയിൽ ആദ്യം ഇങ്ങനെ ഒരു ആശയം മുൻപോട്ട് വെച്ചപ്പോൾ ലജ്ജാവഹമായിരുന്നു. ഞാൻ ഇപ്പൊ നമ്മൾ ഇവിടെ വനിതാ മതിൽ എന്നൊരു ആശയം രൂപപ്പെട്ടതും നമ്മൾ കൈകോർക്കുന്നതും ഒരിക്കലും ശബരിമല എന്നൊരു വിഷയത്തെ മാത്രം മുൻനിർത്തിയല്ല. ഇന്ന് കേരളം ഈ കഴിഞ്ഞ 2018 ഇത്രയും ദുരന്തം സംഭവിച്ചപ്പോൾ ആ ദുരന്തത്തെക്കാൾ വലിയൊരു മഹാദുരന്തമായി നമ്മുടെ മുമ്പിൽ ഭയാനകമായ ഒരു വലിയൊരു കേരളത്തെ മുഴുവനും അപ്പാടെ വിഴുങ്ങാൻ ഞങ്ങൾ ഇതാ വരുന്നു എന്ന രീതിയിലുള്ള ഒരു വർഗീയത ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നവരാണ് പറയുന്നത് സ്ത്രീകൾ ജാതി മതഭേദമില്ലാതെ കൈകോർക്കുന്നതിനെ വർഗീയ മതിൽ എന്ന് പറയുന്നത്. എന്നോട് നിരവധി പേർ ചോദിച്ചു, നിങ്ങളൊരു ഹിന്ദു അല്ലേ എന്ന്. ഞാനൊരു ഹിന്ദുവല്ല, ഞാനൊരു മനുഷ്യനാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിവിടെ കൈകോർക്കുന്ന സ്ത്രീ ഇത് വനിതാ മതിലാണെങ്കിൽ പോലും ഞങ്ങളോടൊപ്പം എല്ലാ പുരുഷന്മാരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് മനുഷ്യരുടെ മതിലാണ്. അല്ലാതെ ഇവിടെ ഹിന്ദു മതിലെന്നോ ഇസ്ലാം മതിലെന്നോ ക്രിസ്തവ മതിലെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. ഞങ്ങൾ ഇനി വരും കാലത്തെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെയൊരു മതം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വർഗീയത ഇവിടെ ഉണ്ടായിരുന്നു എന്നൊരു ചിന്ത പോലും കൊടുക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഒരിക്കലും പിറകോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ ഒരിക്കലും പിറകോട്ട് നയിക്കാൻ ആർക്കും സാധിക്കില്ല. ഞങ്ങൾ മുൻപോട്ട് മാത്രം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത് കേരളത്തെ കത്തിക്കാനല്ല. ഞങ്ങൾ വിളക്ക് കത്തിക്കുന്നത് ഞങ്ങൾ ഈ കരങ്ങളെ ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മനസ്സിൽ വിളക്ക് കത്തിക്കുന്നത്. ആ വിളക്ക് കേരളത്തിന്റെ വെളിച്ചമാണ്. കേരളം മുഴുവനും പ്രകാശപൂരിതമായ നല്ല മനസ്സുള്ള നന്മയുള്ള മനുഷ്യരുള്ള ഒരു സംസ്ഥാനമായി തന്നെ മുൻപോട്ട് പോകണം എന്നാണ് ഈ വനിതാ മതിൽ കൊണ്ട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇതൊരിക്കലും സ്ത്രീകൾ മാത്രമായി പുരുഷന്മാർ മാത്രമായി ഞങ്ങൾ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അവകാശങ്ങളെക്കുറിച്ച് ബോധവതിയായ സ്ത്രീകൾ തെരുവിലിറങ്ങാൻ മടിക്കേണ്ടതില്ല എന്ന് ആഹ്വാനം ചെയ്താണ് നടി റീമ കല്ലിങ്കൽ മതിലിൽ പങ്കാളിയായത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വനിതാ മതിൽ പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് കൃത്യമായ ഒരു കാരണമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്? കാരണം ബാക്കിയുള്ളവർ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യം കഴിഞ്ഞു തോന്നുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ റോട്ടിൽ ഇറങ്ങി നിന്ന് കൃത്യമായി സംസാരിക്കേണ്ട സമയം വന്നു കഴിഞ്ഞു എന്ന് തോന്നിയതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണം എന്ന് തോന്നി. ഈ സിസ്റ്റേഴ്സിന്റെ കൂടെ എല്ലാവരുടെയും കൂടെ കൈ ചേർത്ത് പിടിച്ച് നിൽക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ശബരിമല വിഷയത്തിൽ കോടതി വിധിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതും ഒരു ലെഫ്റ്റ് ഐഡിയോളജിന്റെ കൂടെ നിൽക്കേണ്ടതാണ്. ഫെമിനിസം എന്ന് പറയുന്ന ലെഫ്റ്റ് ഐഡിയോളജിയുടെ കൂടെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് അത് ഉയർത്തിപ്പിടിച്ച് അത് നടത്തും എന്ന് തന്നെ കൃത്യമായി പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതും
അതിന്റെ ഈ വനിതാമതിലിന്റെ പിന്നിലും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു പൊളിറ്റിക്കൽ ഒരു ഈ ചേണിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ പുറത്തു നിന്ന് നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. സംഘപരിവാർ ശക്തികളാണ് ഇപ്പോൾ അവർ ശബരിമലയിൽ ഒരു വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ പ്രവേശനത്തിന്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ? അതെ, അതൊരു പിന്തിരിപ്പനാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലെഫ്റ്റ് ഐഡിയോളജിയുടെ കൂടെ നിൽക്കുന്നത്. മുന്നോട്ടാണ്, പ്രോഗ്രസീവ് ആയിട്ട് മാത്രമേ ഒരു സൊസൈറ്റി വളരാൻ പറ്റുള്ളൂ. അങ്ങോട്ട് വളരാനേ ഞങ്ങൾ എല്ലാവരും സമ്മതിക്കുകയുള്ളൂ. കേരളത്തിലെ പുതുതലമുറയോട് സ്ത്രീകളോട് എന്താണ് പറയാൻ? ഇതാണ് പറയാനുള്ളത്. കാരണം നമുക്ക് ഒരു നവോത്ഥാനം, ഒരു പ്രസ്ഥാനമെല്ലാം അവരെല്ലാവരും കൂടി സ്വരുക്ക് കൂട്ടി തന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഇത്രയും കാലം വളരെ പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തത്. ഇനി നമ്മുടെ ഊഴമാണ്. നമ്മൾ ഇനി കാണിച്ചു കൊടുക്കണം അടുത്ത ജനറേഷന്. ഇനി അവർ ഏത് സൊസൈറ്റിയിലാണ് ജീവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ വേണം പടുത്തുയർത്തി കൊടുക്കാനായിട്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ നിന്ന് സംസാരിക്കാൻ തന്നെ വേണ്ടി വരും. സംഘാടകർ പ്രതീക്ഷിച്ചതിലും അധികമാണ് തെരുവിൽ മതിലുയർത്താൻ എത്തിയ വനിതകളുടെ എണ്ണം. സമാനതകളില്ലാത്ത വൻമതിൽ പടുത്തുയർത്തി വനിതകൾ കേരളത്തിനെ, ലോകത്തിലെ പുരോഗമന സമൂഹത്തെ അമ്പരപ്പിക്കുകയാണ് ചെയ്തത്. കാലിലെ തുടലറുത്തെറിയുന്നു ഞങ്ങൾ, ഇഴഞ്ഞെഴുന്നേൽക്കുന്നു ഞങ്ങൾ, കാലിലെ തുടലറുത്തെറിയുന്നു ഞങ്ങൾ. കണ്ണിൽ കനൽ ചൂര്, നെഞ്ചിൽ പകക്കോള്, ചങ്കിൽ പടപ്പാട്ടിൻ തോറ്റമായി. മുടിത്തടവിനിരുളിൽ പുകഞ്ഞു നീറുന്നൊരു വിധിവിഹിത ജാതകം ചുട്ടരിക്കാൻ. മുടിത്തടവിനിരുളിൽ പുകഞ്ഞു നീറുന്നൊരു വിധിവിഹിത ജാതകം ചുട്ടരിക്കാൻ. വനിതാമതിൽ, വനിതാമതിൽ, വനിതാമതിൽ. നിഴലിനെ പോലും ഭയന്നുകൊണ്ടിങ്ങനെ നിഴലായി നിൽക്കുവാൻ വയ്യ. എന്നും മടുക്കള കഥകിന്റെ മറവിലെ മാറാലയാകുവാൻ വയ്യ. നിലവിളികളാർത്തു പെയ്യുന്നതും നോക്കി ഇറയത്തിരിക്കുവാൻ വയ്യ. നിറയുന്ന കണ്ണും തുടച്ചുകൊണ്ടിങ്ങനെ എന്നും കരയുവാൻ വയ്യ. വനിതാമതിൽ, വനിതാമതിൽ, വനിതാമതിൽ. അതിജീവനത്തിന്റെ മതിലുകൾ തീർത്തു നാം പൊരുതുന്നിതൊരു മൃതൻ പെരുമ കാക്കാൻ. അതിജീവനത്തിന്റെ മതിലുകൾ തീർത്തു നാം പൊരുതുന്നിതൊരു മൃതൻ പെരുമ കാക്കാൻ. അറിയാത്തൊരാത്മവിശ്വാസത്തിനാകാശനീലയിൽ സ്വാതന്ത്ര്യമേറ്റുപാടാൻ. അറിയാത്തൊരാത്മവിശ്വാസത്തിനാകാശനീലയിൽ സ്വാതന്ത്ര്യമേറ്റുപാടാൻ. വനിതാമതിൽ, വനിതാമതിൽ, വനിതാമതിൽ. ഇഴഞ്ഞെഴുന്നേൽക്കുന്നു ഞങ്ങൾ, കാലിലെ തുടലറുത്തെറിയുന്നു ഞങ്ങൾ. ഇഴഞ്ഞെഴുന്നേൽക്കുന്നു ഞങ്ങൾ, കാലിലെ തുടലറുത്തെറിയുന്നു ഞങ്ങൾ. കണ്ണിൽ കനൽ ചൂര്, നെഞ്ചിൽ പകക്കോള്, ചങ്കിൽ പടപ്പാട്ടിൻ തോറ്റമായി. മുടിത്തടവിനിരുളിൽ പുകഞ്ഞു നീറുന്നൊരു വിധിവിഹിത ജാതകം ചുട്ടരിക്കാൻ. മുടിത്തടവിനിരുളിൽ പുകഞ്ഞു നീറുന്നൊരു വിധിവിഹിത ജാതകം ചുട്ടരിക്കാൻ. വനിതാമതിൽ, വനിതാമതിൽ, വനിതാമതിൽ.
വനിതാ മതിലിനെ വർഗീയ മതിൽ എന്നാക്ഷേപിച്ച് രംഗത്തുവന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മുഖത്തടിക്കുന്ന കാഴ്ചകളാണ് പലയിടങ്ങളിലെയും വനിതാ മതിൽ കാട്ടിക്കൊടുത്തത്. ജാതിഭേദമന്യേ വനിതകൾ തീർത്ത മതിലിനെ വർഗീയ മതിൽ എന്നാക്ഷേപിക്കുന്നത് വനിതകളെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കൊച്ചിയിൽ നിന്നുള്ള ഈ കാഴ്ച കാണൂ. കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ്. ഭ്രാന്താലയമെന്ന് നമ്മുടെ നാട് വിളിക്കപ്പെട്ടിരുന്നു. അത് ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണം നേടിയിരിക്കുകയാണ്. ത്യാഗപൂർണമായ സമരങ്ങളാണ് അതിന് കാരണമായതെന്ന് നാം തിരിച്ചറിയുന്നു. മേൽമുണ്ട് കലാപവും കല്ലുമാല സമരവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കുതിക്കുന്നതിനുള്ള ഇടപെടലുകളും അഭിമാനപൂർവം നമ്മൾ ഓർക്കുന്നു. അടിമത്തത്തിനെതിരെ വ്യത്യസ്ത വഴികളിലൂടെ പൊരുതി നീങ്ങിയ പോരാളികളെ നിങ്ങളെ നിലകൊള്ളുമെന്നും കേരളത്തെ ഭ്രാന്താലയമാക്കാനുള്ള പരിശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും മതനിരപേക്ഷത സംരക്ഷിക്കാൻ പോരാടുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമൂഹത്തിന്റെ ഒന്നൊഴിയാതെ എല്ലാ മേഖലകളിൽ നിന്നും വനിതകൾ മതിലിൽ പങ്കുചേർന്നു. തിരുവനന്തപുരത്ത് പങ്കുചേർന്ന നഴ്സിംഗ് മേഖലയിലെ വനിതകളുടെ പ്രതികരണം ഇങ്ങനെയാണ്. വളരെയധികം ആവേശമുണ്ട് ഈ മതിന്റെ ഭാഗമായതിൽ. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല മുതൽ ജനറൽ ഹോസ്പിറ്റൽ വരെയുള്ള വിവിധ ഹോസ്പിറ്റലിലെ നഴ്സുമാരാണ് ഞങ്ങളെല്ലാവരും ശരിക്കും ഇവിടെ 2 മണിക്ക് മുമ്പേ തന്നെ എത്തിച്ചേർന്നു. അപ്പം മുതലേ ഇവിടെ വളരെയേറെ തിരക്ക് അനുഭവപ്പെട്ടു. ഒരു ലൈനാണ് ഞങ്ങൾ ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ കാണാൻ സാധിച്ചത് 1 ലൈനും 2 ലൈനും ഒടുക്ക അവസാനം 3 ലൈൻ വരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നവോത്ഥാന മൂല്യങ്ങൾക്ക് ഇത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഈ ഒരു സർക്കാർ കൊടുക്കുന്നതിനും ഈ ഒരു കാലഘട്ടത്തിന് ഇത്രയധികം പ്രാധാന്യ നവോത്ഥാന മൂല്യങ്ങൾക്ക് ഉണ്ട്. അത് ഞങ്ങൾ ഓരോരുത്തരും നെഞ്ചേറ്റുകയാണ്. തിരിച്ച് മനുസ്മൃതിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് സ്ത്രീ സമൂഹമായ ഞങ്ങൾക്ക് പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. ഈ നവോത്ഥാന മൂല്യങ്ങൾ ഇനിയും തുടരണം. ഇനിയും അതിനോട്ട് മുന്നോട്ട് പോകാൻ ഏറെയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഒരു മതിലായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വളരെ ആവേശഭരിതമായിട്ടാണ് ഞങ്ങളിലെ ഓരോ നഴ്സുമാരും ഈ മതിലിലെ അണികളായിട്ടുള്ളത്. കേരളത്തിന്റെ അനിഷേധ്യമായ മുന്നേറ്റത്തിന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നൽകുന്ന അഭിവാദ്യങ്ങൾ. To have these very lakhs of women joining together in solidarity to protect the ethos of our country and the secular ethos of Kerala and to work towards a renaissance in Kerala. This is a very strong slap on the face of the communal forces who are seeking to divide and disrupt the unity of our people. And this will go down in history as a record action. That is a straight affront to the agenda, the communal agenda being posed by the BJP government. നാം മുന്നോട്ടാണ് നടന്നു നീങ്ങുന്നത്. കേരളീയ സമൂഹം മുന്നോട്ടേ നടക്കാൻ പാടൂ. അതിനുവേണ്ടിയുള്ള അനേകം ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് ഈ വനിതാ മതിൽ. സത്യനിൽ നിന്നു സാഗരം വരെ അഖില വീണ പോലവേ ഹരിത സുന്ദരം കേരളം നമ്മൾ ഉയരണം ലോകവനികയിൽ. പഴയ ഭ്രാന്താലയം തകർത്തു നാം പണിതീ സ്നേഹഗോപുരം. പുറകിലേക്കില്ല മുന്നിലേക്കു നാം ഇനിയുമേറെ നടക്കണം. പടകാഹളധ്വനി മുഴക്കിടാം നവനവോത്ഥാന വീഥിയിൽ. നമ്മുടെ നാട് മുന്നോട്ട്, പൂക്കളെ അറിഞ്ഞു പുഴകളെ അറിഞ്ഞു പറന്നു മുന്നോട്ട്. നാം മുന്നോട്ട്, നമ്മുടെ നാട് മുന്നോട്ട്, പൂക്കളെ അറിഞ്ഞു പുഴകളെ അറിഞ്ഞു പറന്നു
പുഴകളെ അറിഞ്ഞു പറന്നു മുന്നോട്ട്. നവകേരളം നവകേരളം നവഭാവനയുടെ കേദാരം. നവകേരളം നവകേരളം നവഭാവനയുടെ കേദാരം. നവകേരളം. മലയാള സിനിമയിലെ ശ്രദ്ധേയ വനിതാ സംവിധായകയായ വിധു വിൻസെന്റ് വനിതകൾക്കായി മുന്നേറ്റ മുദ്രാവാക്യം പകർന്നു നൽകി. ഈ യോഗത്തിന് നമ്മൾ തീർത്ത വനിതാ മതിലിന് ഒരു ചെറിയ കുറവുണ്ട്, ഒരു മുദ്രാവാക്യം വിളിയുടെ കുറവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾക്ക് കൃത്യമായ ചില കാര്യങ്ങൾ ഈ ലോകത്തെ അറിയിക്കാനുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും ഏറ്റുപറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ തീർത്തത് പ്രതിരോധത്തിന്റെ മതിൽ, നമ്മൾ തീർത്തത് നവോത്ഥാനത്തിന്റെ മതിൽ, നമ്മൾ തീർത്തത് പ്രതിരോധത്തിന്റെ മതിൽ, നമ്മൾ തീർത്തത് നവോത്ഥാനത്തിന്റെ മതിൽ. ഇത് നീതിക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള മതിൽ, നീതിക്കും തുല്യതയ്ക്കും വേണ്ടിയുള്ള മതിൽ. ഇത് അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള മതിൽ, ഇത് അനാചാരങ്ങൾക്കെതിരെയുള്ള മതിൽ, ഇത് സ്ത്രീ വിരുദ്ധതയ്ക്ക് എതിരെയുള്ള മതിൽ, ഇത് വർഗീയ ശക്തികൾക്ക് എതിരെയുള്ള മതിൽ. ഞങ്ങൾ രണ്ടാം പൗരന്മാരല്ല, ഞങ്ങൾ രണ്ടാം പൗരന്മാരല്ല. ആർത്തവം അശുദ്ധമല്ല, ആർത്തവം അശുദ്ധമല്ല. മുന്നോട്ട് നമ്മൾ മുന്നോട്ട്, മുന്നോട്ട് നമ്മൾ മുന്നോട്ട്. സ്ത്രീ മുന്നേറ്റത്തിന്റെ ചരിത്രം ഇനി നമ്മൾ എഴുതും, സ്ത്രീ മുന്നേറ്റത്തിന്റെ ചരിത്രം ഇനി നമ്മൾ എഴുതും. ആദിവാസി മേഖലയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ധന്യരാമനെ പോലെയുള്ളവർക്ക് ഈ മുന്നേറ്റ മതിലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആവേശം അലതല്ലുകയാണ്. സത്യം പറഞ്ഞ ഈ മതിലിന്റെ, ഈ കോട്ടയുടെ ശക്തി കണ്ട് ഞാൻ തന്നെ അന്താളിച്ചു പോയി. എന്താണോ പ്രസംഗിക്കാൻ വിചാരിച്ചത് അത് ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ പറയട്ടെ, 30 വർഷത്തോളം നവോത്ഥാന മേഖലയിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് RSSഉം അല്ലെങ്കിൽ BJPയും സംഘപരിവാർ സംഘങ്ങളും ഇന്ന് ഹിന്ദു മതത്തിന്റെ ആശയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നവോത്ഥാന സാമൂഹ്യ പരിഷ്കർത്താക്കളായ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും മന്നത്ത് പത്മനാഭനും അവരുടെ വലിയ സംഘം തന്നെ തുടങ്ങി വെച്ച ആ നവോത്ഥാനം നമ്മുടെ പൂർവികർക്ക് ഓർത്തുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയും ഇത് ശക്തമായി സംഘടിച്ചുകൊണ്ട് മുൻപോട്ടേക്ക് പോകാനായി കേരളത്തിലെ ഓരോ പെണ്ണിനും കഴിയുമെന്നുള്ളത് നമ്മൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. കേരളത്തിലെ സ്ത്രീകൾ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്നിതാ ഒരു കോട്ട തീർത്തു. ഇവിടെ മറ്റൊരു ശക്തിക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളത് തെളിയിച്ചു കഴിഞ്ഞു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വളരുന്ന കേരളത്തിന്റെ മുന്നേറ്റത്തിലെ ചെറിയൊരു ചവിട്ടുപടി മാത്രമാണ് ഈ വനിതാ മതിൽ. പോരാട്ടങ്ങൾ ഇവിടെ തുടങ്ങുന്നതേയുള്ളൂ. മുന്നേറാൻ ഇനിയും ഏറെയുണ്ട്. അതിനായി ബൃഹത്തായ പദ്ധതികളാണ് വേണ്ടെന്നത് സർക്കാരിനോടും പുരോഗമനോത്മുഖ സമൂഹത്തോടും അഭ്യർത്ഥിക്കുകയാണ് KPMS നേതാവ് പുന്നല ശ്രീകുമാർ. ഈ മതിലിന്ന് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മതിലുകൊണ്ട് തീരുമോ എന്ന ചോദ്യം. മറ്റൊന്ന്, മതിലുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമോ എന്ന ചോദ്യം. ഈ പൊതുസമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള പുരോഗമന മനസ്സ് പുയർന്ന് എല്ലാവരും ഗൗരവതരമായി ആലോചിക്കേണ്ടുന്നൊരു വിഷയം, പൂർവ്വകാലങ്ങളിലെ നവോത്ഥാന പോരാട്ടങ്ങളിൽ അഭിരമിക്കുക മാത്രമല്ല, ഇന്ന് നാം പടുത്തുയർത്തിയ ഈ പുതിയ പോരാട്ടത്തിൽ ആഹ്ലാദിക്കുകയും നമുക്ക് ആവരുത്. ആഹ്ലാദിക്കാം, പക്ഷേ അതിരുകടന്ന ആഹ്ലാദവും നമുക്ക് വേണ്ട. അഭിമാനിക്കാം നമുക്ക്. പക്ഷേ ഇന്ന് തീർത്ത ഈ പ്രതിരോധ മതിൽ അതിൻ്റെ ശക്തിക്കും ചൈതന്യത്തിനും ഒരു ക്ഷതവും സംഭവിക്കാതെ നവോത്ഥാന കേരളം കരുത്തു പകർന്ന് ജീർണതകളെ പ്രതിരോധിക്കും എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് കഴിയണം. നാളെ മുതൽ ആ പോരാട്ടങ്ങളിലേക്ക് നമുക്ക് പോകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ജീർണതകളെ പ്രതിരോധിക്കാൻ കേവലം ഈ മതിൽ കൊണ്ട് മാത്രമാവില്ല. നമ്മുടെ നാട്ടിൽ പിറവിയെടുക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ ഈ നവോത്ഥാനത്തിൻ്റെ പരിണാമ പ്രക്രിയയെക്കുറിച്ച് അവർ പഠിക്കണം. നവോത്ഥാന മൂല്യങ്ങളെ അവരറിയണം. അതുകൊണ്ട് തന്നെ ത്വക്കിന് മുകളിലുള്ളൊരു ചികിത്സ കൊണ്ട് കഴിയില്ല എന്ന അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാടിൻ്റെ പഠന പ്രക്രിയയിൽ നവോത്ഥാനത്തെക്കുറിച്ചുള്ള പാഠഭാഗം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ
പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മുന്നേറ്റം ഇത് കേരള ചരിത്രത്തിൻ്റെ ഒരു പുനരാവിഷ്കാരമാണ്. എന്നെ കേൾക്കുന്ന പ്രായമുള്ളവർക്കറിയാം, പൂർവ്വകാലങ്ങളിലേക്ക് പോയാൽ നവോത്ഥാന പൈതൃകമുള്ള പ്രസ്ഥാനങ്ങളും ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള നവോത്ഥാന നായകന്മാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും വ്യക്തികളും ചേർന്ന് നിന്നാണ് കേരള നവോത്ഥാനത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പുതുമയൊന്നുമല്ല. ഈ നാട് അപകടത്തിൽപ്പെട്ട ഒരു ഘട്ടത്തിൽ പൂർവ്വകാലത്തെ ഒരു പോരാട്ടത്തെ പുനഃസൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ അത് പുനഃസൃഷ്ടിക്കുമ്പോൾ നവോത്ഥാന പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങൾ വന്നു. പക്ഷേ അണിനിരന്നവരെ എടുക്കാച്ചരക്കുകൾ എന്ന് ആക്ഷേപിച്ചു, വർഗീയ മതിലെന്ന് മുദ്രകുത്തി, പങ്കെടുക്കാത്തവർക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരാമർശങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നവോത്ഥാന പ്രക്രിയ നമുക്കറിയാം. ഇപ്പോൾ ശബരിമലയും ഇതിലേക്ക് കൊണ്ടുവരുന്നു. ഇന്നും മാധ്യമരംഗത്തും അല്ലാതെയും ചർച്ച ചെയ്യപ്പെടുന്ന, പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഈ മതിൽ സൃഷ്ടിക്കുന്നവർക്ക് ആശയ വ്യക്തതയില്ല എന്നാണ് ആക്ഷേപം. എന്തിനു വേണ്ടി സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. പക്ഷേ ഈ മതിലിന് നേതൃത്വം കൊടുക്കുന്ന, ഇതിൽ അണിനിരുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ശബരിമലയുടെ പരാമർശം കൊണ്ടുവന്നൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, നാം അഭിസംബോധന ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണ് ശബരിമല. ഈ ക്യാമ്പയിൻ കേരളത്തിൽ ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ജീർണതകളെ എല്ലാം തന്നെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആൾക്കൂട്ട വിചാരണ, ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, സദാചാരത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികൾ, ഇതിനെയെല്ലാം ഈ ക്യാമ്പയിൻ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിലൊന്നു മാത്രമാണ് ശബരിമല. ഇത്രയേറെ ഉയരാനുള്ള ശക്തി കേരളത്തിലെ വനിതകൾക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഭയക്കണം? അതെ, തങ്ങൾക്കെതിരായ അടിച്ചമർത്തൽ നീക്കങ്ങളെ കേരള വനിതകൾ ഒറ്റക്കെട്ടായി നേരിടും. നമ്മൾ അഫലകളല്ല. പണ്ടു പറഞ്ഞു സ്ത്രീകൾ അബലകളെന്ന്, ആചാരങ്ങൾ പറഞ്ഞു സ്ത്രീകൾ അശുദ്ധരെന്ന്. ചപലകളെന്ന് ജാതി മതാന്തർ പറഞ്ഞു സ്ത്രീകൾ അടിമകളെന്ന്. നമ്മളുമേറ്റു പറഞ്ഞു നമ്മൾ അടിമകളെന്ന്. മാറുമറയ്ക്കാൻ പാടില്ലാത്തോർ എങ്ങനെ മാറുമറച്ചു? അടുക്കളകളിൽ ബന്ധിതരായോരെങ്ങനെ അരങ്ങെത്തി? ഭാണ്ഡക്കെട്ടുകളെല്ലാം
ചുമക്കിൽ ഇനിയും മാമൂലുകളുടെ ഭാണ്ഡക്കെട്ടുകൾ ഞങ്ങൾ ചുമക്കില്ലിനിയും. നട്ടല്ലുള്ള വനിതകളുണ്ടി കേരളത്തിൻ മണ്ണിൽ. നട്ടലുള്ള വനിതകളുണ്ടി കേരളത്തിൻ മണ്ണിൽ. കേരളത്തിൻ മണ്ണിൽ. പോരാട്ടത്തിൻ വഴികൾ ത്യാഗത്തിൻ്റെ വഴികൾ പോരാട്ടത്തിൻ വഴികൾ ത്യാഗത്തിൻ്റെ വഴികൾ. ഞങ്ങളിൽ ജാതികളില്ല ഞങ്ങളിൽ മതങ്ങളില്ല ഞങ്ങളിൽ ജാതികളില്ല ഞങ്ങളിൽ മതങ്ങളില്ല. വനിതാ മതിലിന്റെ പ്രചാരണഘട്ടം മുതൽ സാംസ്കാരിക രംഗത്തെ നിരവധി വനിതകൾ കൈമൈ മറന്ന് അതിന്റെ വിജയത്തിനായി പ്രയത്നിക്കുകയായിരുന്നു. തന്റെ പാട്ടുകളിലൂടെ സ്ത്രീകളുടെ പോരാട്ട വീര്യത്തിന് ആവേശം പകർന്ന ഗായിക പുഷ്പവതിയുടെ ഒരു ഗാനമാവാം ഇനി. പെണ്ണിനെ ഭയക്കും ആർത്തവപ്പേടിയ പെണ്ണിനെ ഭയക്കും ഇരുട്ടിന്റെ ശക്തികൾ മാറി നിൽക്കൂ. സംഘബോധത്തിന്റെ തീപ്പന്തമായി ഞങ്ങൾ പെൺമതിൽ കെട്ടിക്കറുത്തു കാട്ടും. പുതുപിറവി കാണുന്ന പുലരിയിൽ ഞങ്ങൾ ഈ പെൺമതിൽ കെട്ടിക്കറുത്തു കാട്ടും. പെൺമതിൽ കെട്ടിക്കറുത്തു കാട്ടും. പെൺമതിൽ കെട്ടിക്കറുത്തു കാട്ടും. എല്ലാവരും ചൊല്ലണം. പെൺമതിൽ കെട്ടിക്കറുത്തു കാട്ടും. പൊരുതുവാൻ ഞങ്ങളീ തെരുവുകളിലുണ്ട് മുലച്ചിപ്പറമ്പിലെ ചോരയാകാൻ. ആചാരമതിലുകൾ ഉയരുന്ന നേരത്ത് ആത്തിരപ്പാലാൽ ഒരുങ്ങി ഞങ്ങൾ. മതസൗഹാർദ്ദത്തിന്റെ കൂടി മതിൽ തീർത്ത് പോരാട്ടക്കരുത്തായി മാറിയ വനിതകളെ ആവേശം കൊള്ളിക്കാൻ കൊല്ലത്ത് പ്രസംഗിച്ചത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയായിരുന്നു. ഓരോ നിലപാട് സ്വീകരിക്കുമ്പോൾ സ്ത്രീകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മതിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതാണ്, രാജ്യത്തെ മതസൗഹാർദ്ദം കൂട്ടിയുറപ്പിക്കുന്നതാണ്, രാജ്യത്തിന്റെ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പിക്കുന്നതാണ്. എല്ലാറ്റിനുമുപരി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തെ ഭ്രാന്താലയമാക്കാൻ ഒരിക്കലും ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് കേരളത്തിലുടനീളം എന്ന് സംഘടിച്ച് ഉയർത്തിപ്പിടിച്ച വനിതാ മതിൽ. വനിതാ മതിലിൽ എത്തിച്ചേർന്ന വനിതാ പോരാളികളെ ആവേശഭരിതമാക്കാൻ നടി റീമ കല്ലിങ്കൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് ചെറിയൊരു ശകലമാവും ഇനി. വലിയ നവോത്ഥാന പ്രസ്ഥാനമുണ്ട്. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച് ഒരുപാട് കാലയളവിൽ ഒരുപാട് ആളുകളുടെ വിയർപ്പ് ഇതിന്റെ പിന്നിലുണ്ടായതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ കയ്യിലാണ് ആ ഒരു സമയം. ഇനി മുന്നോട്ട് നമ്മൾ ഏത് തരം ഒരു സൊസൈറ്റിയിൽ, ഏത് തരം ഒരു സ്റ്റേറ്റിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇനി നമ്മൾ വാർത്തെടുക്കേണ്ട ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്രയധികം സ്ത്രീകൾ, ഇത്രയധികം കുട്ടികളും ഒരുമിച്ച് ഇതൊരു ശക്തി പ്രകടനം ആണെന്ന് തന്നെ ഉറച്ചു പറയാം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വർഗീയ മതിൽ എന്ന് ആക്ഷേപിച്ച പ്രതിരോധ കോട്ടയ്ക്ക് ആശംസകളുമായി കൽദായ സുറിയാനി സഭാ ബിഷപ്പ് മാർ യോഹന്നാൻ. ഈ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളോടുള്ള പരിഗണനയിൽ ഇന്നും വളരെ പിന്നോക്കാവസ്ഥയാണ്. അതിലൊന്നാണ് സ്ത്രീ സമൂഹം എന്നുള്ളത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ക്രിസ്തു കാണിച്ച മാർഗത്തെ പിന്തുടരാനുള്ള ഉത്തരവാദിത്വം, പുരുഷമേധാവിത്വം ഏറ്റവും തീവ്രമായി നിലനിന്നിരുന്ന യഹൂദ സമൂഹത്തിൽ ജനിച്ച് പക്ഷേ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയുടെ അനുയായി എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് ഉണ്ടാകുന്ന സ്ത്രീ നിഷേധപരമായ സമീപനത്തിനെതിരെ ഉയരുന്ന ഏത് മതിലിലും ഏത് പ്രസ്ഥാനത്തിലും പദ്ധതിയിലും പങ്കാളിയാകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. യേശു തന്റെ മാതാവിനോടുള്ള സമീപനം പോലെ തന്നെ ശമരിയാക്കാരി സ്ത്രീ, അനാന്യ സ്ത്രീ ഒരു പരിധിക്ക് അപ്പുറത്ത് തെറ്റായ ഒരു മാർഗത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീയോടുള്ള സമീപനം പോലും വളരെയധികം സ്വാഗതാർഹമായ, അംഗീകരിക്കുന്ന
ഉന്നത സ്ഥാനത്ത് നിർത്തുന്ന ഒരവസ്ഥയിലാണ്. ഇസ്രായേലിൽ പോലും ഞാൻ ഇത്രത്തോളം വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഒരു സ്ത്രീയെ സാക്ഷി നിർത്തി അവളെ കുറിച്ച് പറയാൻ തന്റെ ഇടം കാണിച്ച ഒരാളുടെ അനുയായി എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് എന്റെ ഭർത്താവ് നിർബന്ധിച്ചിട്ടാണ് ഇതിന് വരേണ്ടി വന്നത് എന്ന് പറഞ്ഞ് സുഷ്മനാ നാഡിയിൽ പോലും അടിമത്വത്തിന്റെ ഭാവം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും നാളെയുടെ പ്രതീക്ഷകൾക്കും നിറം പകർന്നുകൊണ്ട് വനിതകൾ നടത്തിയ ഈ ചരിത്ര പോരാട്ടം കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ഒട്ടും ചെറുതായിരിക്കില്ല. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതികരിക്കാനും അവരെ പ്രാപ്തരാക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് എന്നാണ് അതിലും ആശ്വാസം. അതെ, വനിതകൾ അബലകളല്ല, അവർ മുന്നോട്ടാണ്. മനോഹരമായ ഒരു ഉണർത്തുപാട്ടും ദൃശ്യവും സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിർത്തുന്നു. നന്ദി. അമ്മയാകാനുള്ള നന്മ പേറുന്നോരു പെണ്ണിന് ശുദ്ധിയുണ്ടോ? അമ്മയാകാനുള്ള നന്മ പേറുന്നോരു പെണ്ണിന് ശുദ്ധിയുണ്ടോ? അഖിലവും സൃഷ്ടിച്ചൊരാപരം പൊരുളിനു തീണ്ടിക്കൂടായ്മയുണ്ടോ? തീണ്ടിക്കൂടായ്മയുണ്ടോ? അമ്മ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ? നമ്മൾ കാണുന്ന ലോകമുണ്ടോ? നമ്മൾ കാണുന്ന ലോകമുണ്ടോ? അമ്മയാകാനുള്ള നന്മ പേറുന്നോരു പെണ്ണിന് അശുദ്ധിയുണ്ടോ? പെണ്ണിന് ശുദ്ധിയുണ്ടോ? അമ്മയാകാനുള്ള നന്മ പേറുന്നോരു പെണ്ണിന് ശുദ്ധിയുണ്ടോ? പെണ്ണിന് ശുദ്ധിയുണ്ടോ?